ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു നാടൻ കപ്പ പുഴുക്കും മീൻകറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 കിലോ കപ്പ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നുറുക്കി കഴുകി ക്ലീനാക്കി എടുക്കാം. കപ്പ വാങ്ങിക്കുമ്പോൾ നമ്മൾ ചുമന്ന തൊണ്ടുള്ള കപ്പ വാങ്ങിച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കപ്പ കൊത്തി നുറുക്കി കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വെക്കാം. കപ്പ ഇട്ട് വരുമ്പോഴത്തേനും അതിനുള്ള അരപ്പ് റെഡിയാക്കാം. ഇനി ഞാൻ അരമുറി തേങ്ങ ഇവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. കാന്താരി മുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി 2 അല്ലി. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഈ അരപ്പ് അധികം അരഞ്ഞു പോകാതെ കപ്പയ്ക്കായതുകൊണ്ട് നമുക്ക് ചതച്ചെടുത്താൽ മതി കേട്ടോ. അല്പം വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലൂടെ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഊരിയിടാം. കപ്പ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെറിയ അയില പുളിവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, ഉലുവ, കറിവേപ്പില, ചെറിയ ഉള്ളി. ഇതൊക്കെയായിട്ട് ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്ന് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് നന്നായി വാടി കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ചെറുള്ളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും.
വാടി വരുമ്പോഴത്തേനും എന്താ നമുക്ക് എടുത്ത് വെച്ചിരുന്ന കറി വെച്ചിട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കപ്പയ്ക്കുള്ള മീൻകറി ആയതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മീൻകറിക്കുള്ള മസാല എല്ലാം റെഡിയായി. ഇനി നമുക്കിത് ഇവിടുന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കാം. നമ്മുടെ കപ്പ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കപ്പ വെന്ത് ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടെ ഇതിന് ആവി കയറ്റിയെടുക്കാം. മീൻ്റെ കറി തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഭവമാണ് കപ്പയും മീൻ കറി. ഇനി നമ്മുടെ ഇവിടെ ഇരുന്ന് നമ്മുടെ മീൻ കറി റെഡിയായി. നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇളക്കി എടുക്കാം. രുചികരമായ നാടൻ കപ്പയും മീൻകറി റെഡിയായി. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കമൻറ്റ് ഇടുകയും ചെയ്യണം. ബൈ.